ഷഫീദ്. ഗുഡ് മോർണിംഗ്. ഇന്ന് മറ്റെന്തൊക്കെ വാർത്തകൾ നമ്മൾ തിരുവനന്തപുരം മേഖലയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഷഫീദ്? തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രധാനപ്പെട്ട വാർത്ത ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നണികളുടെ ഒരുക്കങ്ങളാണ്. കഴിഞ്ഞ ദിവസം ഒരു മുഴം മുന്നേ എറിഞ്ഞ കോൺഗ്രസിനെ നമ്മൾ കണ്ടു. അതിൽ ഏറ്റവും പ്രധാനം മുൻ MLA കൂടിയായ KS ശബരിനാഥൻ അടക്കം 48 പേരുടെ സ്ഥാനാർത്ഥി പട്ടിക അത് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ പ്രചാരണത്തിന് തുടക്കം കുറിച്ച് തെരഞ്ഞെടുപ്പ് ചുമതലക്കാരൻ കൂടിയായ K മുരളീധരൻ നയിക്കുന്ന ജനകീയ വിചാരണ ജാഥ ഇന്ന് പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യും. ആകെയുള്ള 101 വാർഡുകളിൽ അവശേഷിക്കുന്ന വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ നടത്തുമെന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇനി കോർപ്പറേഷനിലെ മുഖ്യ പ്രതിപക്ഷമായ BJP മുൻ കേന്ദ്രമന്ത്രിമാരെ അടക്കം മത്സരരംഗത്തേക്ക് ഇറക്കുമെന്നാണ് നിലവിൽ പുറത്തേക്ക് വരുന്ന സൂചനകൾ. CPM-ന്റെ 3 ഏരിയ സെക്രട്ടറിമാരും 2 ജില്ലാ കമ്മിറ്റി അംഗങ്ങളടക്കം LDF സ്ഥാനാർത്ഥികളും ആയേക്കും. ആ പട്ടികയും ഉടൻ തന്നെ പുറത്തേക്ക് വരുമെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. 51 വാർഡുകളിൽ ജയിച്ച LDF ആണ് നിലവിൽ കോർപ്പറേഷൻ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ BJP ശക്തമായിട്ടുള്ള കോർപ്പറേഷനിൽ ആരായിരിക്കും ഇത്തവണ മുൻതൂക്കം തേടുക എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.